നമസ്കാരം. AK റൈഡർ 70 ചാനലിലേക്ക് എല്ലാ ഭായിമാർക്കും സ്വാഗതം. നമ്മൾ ഈ ബഫറിങ് ചെയ്തതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഭായിമാരൊക്കെ കംപ്ലൈൻറ്റ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിലൊരു പുള്ളി പോലെ വരുന്നുണ്ട്, ഒരു ഫംഗസ് പിടിച്ച കണക്കിന് വരുന്നുണ്ട്. എന്താണ് ഇതിൽ പറ്റുന്നതെന്നറിയില്ല. അപ്പോൾ എൻ്റെ ഒരു ചെറിയ ഡൗട്ട്, അതെല്ലാവരും സർവീസ് കൊടുത്തതിന് ശേഷമാണ്, വണ്ടി സർവീസിന് ശേഷമാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നതായിട്ടാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് സാനിറ്റൈസ് ചെയ്തതിന് ശേഷം ഇതുണ്ടാകുന്നതാണ് ഇതിലുള്ള ഒരു മെയിൻ കുഴപ്പം, അപാകതകൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ബഫിങ് ചെയ്യുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടിരിക്കും. അതിൽ സാനിറ്റൈസിൻ്റെ കെമിക്കൽ ഇവിടെ അതിൽ ആകുമ്പോഴത്തേക്ക് ഉള്ള ഫംഗസ് പോലെ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു വണ്ടി നമ്മുടെ ഒരു ബായി കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ പിക്ക് ഞാൻ ഇതിൻ്റെ മേളിലിടാം. ആ വണ്ടി സർവീസ് ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഭാഗത്തുനിന്ന് ഒരു കെമിക്കലിൻ്റെ സ്പോട്ട് പോലെ വന്നിട്ടുണ്ട് എന്താണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് ഒരു സാനിറ്റൈസ്, നമുക്ക് ഇതിൽ വലിയ ഇതില്ലാത്തതാണ് സാനിറ്റൈസ്, നമുക്കൊന്ന് അടിച്ച് നോക്കാം എൻ്റെ ഒരു സൈഡിൽ. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാനെൻ്റെ വീഡിയോ എടുത്ത് നോക്കാം, ഇതെന്തെങ്കിലും വരുന്നോ ഇല്ലേ എന്നുള്ളത്. ഇപ്പോൾ ഞാനിത് സാനിറ്റൈസർ ഞാൻ അടിച്ചിട്ടുണ്ട്. ഒരു സൈഡിലാണ് അടിച്ചിരിക്കുന്നത്, ഈ ഭാഗത്തായിട്ട് അടിച്ചിട്ടുണ്ട് ഇവിടെയായിട്ട്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം, അല്ലെങ്കിൽ നാളെ ഒന്ന് നോക്കാം. ഇത് സാനിറ്റൈസർ നമ്മൾ കൊടുക്കുമ്പോൾ, സർവീസിന് കൊടുക്കുമ്പോൾ അവർ ആദ്യം സാനിറ്റൈസർ അടിക്കും വണ്ടിയിലൊക്കെ. അതിനുശേഷം ഇത് സർവീസ് ചെയ്ത് തരുകയാണ് ചെയ്യുന്നത്, സോപ്പിട്ട് കഴുകി. അപ്പോൾ അതിലെന്തെങ്കിലും കെമിക്കലാണോ എന്നുള്ളത് നമുക്കിത് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ ഇതിൽ സാനിറ്റൈസർ നമ്മൾ തേച്ചിട്ട് നോക്കാമെന്ന് പറഞ്ഞതിൻ്റെ എന്തായിരിക്കും. പക്ഷേ ഇവിടെ കണ്ടല്ലോ ചെറിയൊരു ഇതുണ്ട്, തേച്ചെടുത്തൊക്കെ ഇതേപോലത്തെ സ്പോട്ടാണ്. ഇതിലും വലുതായിട്ടുള്ള സ്പോട്ടാണ് ഇത് വരുന്നത്. ഇത് എഫക്റ്റ് കുറഞ്ഞ സാനിറ്റൈസറാണ്, നമ്മൾ കയ്യിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇതിൽ നമ്മൾ ഇന്നലെ ആഡ് ചെയ്തത്. അപ്പോൾ വണ്ടിയിലൊക്കെ സർവീസ് സ്റ്റേഷനിൽ അടിക്കുന്നത് നല്ല വീര്യം കൂടുതലുള്ള, എഫക്റ്റ് കൂടുതലുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും അടിക്കുന്നത്. ആ കെമിക്കൽ അതിൻ്റെ പവർ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കിതിനെ ബഫ് ചെയ്യാം. ഇത് ബഫ് ചെയ്താൽ പോകും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിത് അതിൻ്റെ പുട്രസ്റ്റ് ഇളക്കണം. അത് കഴിഞ്ഞിട്ട് ഗിയർ ലെവർ നമുക്ക് ഇളക്കാം. അപ്പോൾ ഇതാണ് ഇങ്ങനെ നമ്മൾ സർവീസിന് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു കെമിക്കൽ ചെയ്യുമ്പോഴത്തേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മളെ ബലമായ സംശയം. അപ്പോൾ നമ്മൾ സർവീസിന് കൊടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും പറയുക, നമ്മൾ സാനിറ്റൈസർ അതേപോലെ കെമിക്കലുള്ള ഭാഗങ്ങളൊന്നും ഈ ക്രോം പാഴ്സിൽ നമ്മൾ ബഫ് ചെയ്തെടുത്ത് പുരട്ടരുത് എന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയണം. നമുക്ക് ഈ പുട്രസ്റ്റ് ഇടണം. അപ്പോൾ നമുക്കതിപ്പം കറക്റ്റായിട്ട് കാണാൻ കഴിയും. അതുപോലെ സ്പോട്ടുകൾ ഇങ്ങനെ ഇതിൽ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ വൃത്തികേടാണ്. ഇത് ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ വരുന്നുണ്ട്. നമ്മളിവിടെ ഇന്നലെ ഇത്ര സാനിറ്റൈസർ തേച്ചിട്ട് തുടച്ചില്ല, ഇവിടെ ഇത്ര ഇങ്ങനെ ഇടിയിരിക്കുകയായിരുന്നു. ഇത് നമുക്ക് ബഫ് ചെയ്ത് കഴിഞ്ഞാൽ പോകുമെന്നുള്ളത് നോക്കാം. പിന്നെ ഭായിമാർക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു, ഇത് ബഫ് ചെയ്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫംഗസ് പിടിക്കും പോലെ വരുന്നതിൻ്റെ കാരണം എന്താണ്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ചെയ്ത് നോക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ. പോകാനാണ് സാധ്യത. അപ്പോൾ വേറെ ചിലരെ ഡൗട്ടുണ്ട്, നമ്മൾ ഇതിലെപ്പോഴും ബഫ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമോ, പെട്ടെന്ന് തേഞ്ഞ് ഇളകി പോകുമോ, അപ്പോൾ അതിന് പോകുമെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. അതിന് നമ്മൾ ഇതുപോലുള്ള പേഡ്, ഈ ഗ്രിപ്പ് ഇങ്ങനെ കൂടുതലുള്ള ഇത് വല്ല തുരുമ്പ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതേപോലുള്ള പേഡ് നമ്മൾ യൂസ് ചെയ്യാവൂ. അല്ലാത്ത സമയം നമ്മൾ നോർമൽ പേഡ്, ബഫിംഗ് പേഡ് തന്നെയാണ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു വിഷയവും ഉണ്ടാവില്ല. ആ പേഡ് ഞാൻ മുമ്പ് ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പൊട്ടി പകുതിയായപ്പോഴത്തേക്ക് തുണിയിട്ട് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ പുതിയ പേഡാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ചെയ്ത പേഡ് ഇതാണ്. ഇത് ഇവിടെ വെച്ച് പൊട്ടി
ഗ്രൈൻഡറിൽ നിന്ന് ഇളവി ഇത് പോയായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ പുതിയ പാഡിട്ടാണ് ഇത് അടിച്ചത്. അത് അറച്ച് ചെയ്തപ്പോഴത്തേക്കാണ് സംഭവിച്ചത്. അപ്പോൾ അതിന് പകരം പുതിയ ഇത് പാഡാണ്. ഇതിന് വില 60 രൂപയുള്ളൂ. നമുക്കെല്ലാം ഈ കടയിൽ നിന്നൊക്കെ ഇതിലും ചെറിയൊരു നന്നായിട്ട് പൊട്ടലല്ല, വെച്ച് പൊട്ടലായിരിക്കും. അതുകൊണ്ട് പൊട്ടലല്ലെന്ന് തോന്നുന്നു. പൊട്ടലല്ല, നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നോക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിരിക്കും. ഇത് തങ്ങളിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇത് ഭയങ്കര ഹാർഡാണ്. ഇരുമ്പൊക്കെ നമ്മൾ തുരുമ്പുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ളതാണ്. ഇത് നല്ല സ്പോഞ്ച് പോലത്തെ ആ തുണിയുടെ ഒരു മെറ്റീരിയൽസ് പോലെയാണ് ഇങ്ങനെ ഇത്ര നല്ല സ്പോഞ്ചായിട്ടിരിക്കുക. അപ്പോഴത്തേക്ക് ഇത് കൂടുതലായിട്ട് ഉരഞ്ഞിത് തേയാനുള്ള സാധ്യതയില്ല കേട്ടോ. അപ്പം ചെയ്യുമ്പോഴത്തേക്ക് ബഫിംഗ് പാഡ് തന്നെ പ്രത്യേകിച്ച് നമ്മൾ ചോദിച്ച് വാങ്ങിക്കുക. 60 രൂപ. ഇത് നമുക്ക് ഗ്രൈൻഡിങ് മെഷീനിലിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്കിതിൽ ബഫിംഗ് സോപ്പ് നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. ബഫിങ്ങിന് സോപ്പ് നമ്മൾ ഇത് ചെയ്യേണ്ടതുണ്ട്. ഇതിന് 55 രൂപയാണ് ഇതിന് ഉള്ളത്. ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ ഇതിനും കിട്ടും. ഇത് നമുക്കിന്ന് ഇതിനെ ഒന്ന് ചൂടാക്കി ചൂടാക്കി ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം തീയിൽ വെച്ച് ചൂടാക്കി പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം നമുക്കിതിൽ അപ്ലൈ ചെയ്യാം. മുമ്പ് ഒരു വീഡിയോയിൽ ഞാനിത് എൻജിൻ കവർ ചൂടായിരിക്കുമ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഉരുവി ഇതിലോട്ട് പിടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് ചെയ്യുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി ഓടുന്നില്ലല്ലോ. ഓടാതിരിക്കുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ഇത്രയും നന്നായിട്ട് ഹീറ്റ് 100 ഡിഗ്രി മേളിൽ ചൂടായി കഴിഞ്ഞാൽ ഇതിലോട്ട് അപ്ലൈ ആകത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്കിപ്പോൾ അല്ലാതെ തന്നെ നമുക്ക് ബഫിങ് ചെയ്യാം. ചൂടാക്കി ബഫിങ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ചൂട് പാത്രത്തിൽ ഇത് വെച്ചപ്പോൾ ഉണ്ടാകും. ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിടിച്ചു ഇത് ചൂടാകുമ്പോഴത്തേക്ക് ഇതിൽ നന്നായിട്ട് ഇതിലാവും. മുമ്പത്തെ പോലെ ഡീസൽ മണ്ണെണ്ണ വെച്ച് ചുരണ്ടി ഇളകണ്ട. അല്ലാതെ തന്നെ ഇതിനെ പേസ്റ്റ് രൂപത്തിൽ ഇങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതാവും. നമുക്ക് ഇത്രയും മതിയാവും. ചൂടായിരിക്കും. തേച്ച് നോക്കാം. എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ചൂടായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി പിടിച്ചു. അതുകൊണ്ടോ ഇനി നമുക്കിതിനെ ബഫ് ചെയ്താൽ മതി. നമുക്കിത് ബഫ് നമ്മൾ ക്ലച്ച് കേബിൾ ഇളക്കി കഴിഞ്ഞു. നമുക്ക് ബഫ് ചെയ്യാം. നമുക്കിതിൽ പേടിടാം. പേടിൽ ഇങ്ങനെ ഇടാൻ പാടില്ല. തിരിച്ച് ഇങ്ങനെ ഇടുക. ഇടുന്നതിന് മുമ്പ് നമ്മളത് ഈ ഒരു വെട്ട് കാണുന്നുണ്ട്. കറക്റ്റാണ് ഇതിനകത്തിരിക്കുക. എന്നിട്ട് ഈ പേടി ഇങ്ങനെ ഇടുക. ഇതിനകത്ത് വരണം. എന്നിട്ട് ഇതിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കും.
നമ്മളിതിനകത്ത് ഇട്ട് ടൈറ്റ് ചെയ്തായിരുന്നു. ഇനി നമുക്കിത് വർക്ക് ചെയ്ത് പാടൊക്കെ മാറി പോകുന്നുണ്ട്. ഗ്ലാസ് ഫിനിഷിങ്ങിൽ വരും. നോക്കാം. നമുക്ക് ഫിനിഷിങ്ങായി. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ട് പിന്നെ ഇതിൽ നിക്കിൾ പൗഡറും കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. നിക്കിൾ പൗഡറും കൂടെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് നോക്കാം. ഇത് ഞാനിനി ഫുള്ളായിട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇത് കുറച്ചും കൂടെ ഉണ്ട്, ഇനിയും ഒന്നും കൂടെ ചെയ്യേണ്ടത്. ഇത് പകുതി ചെയ്തു വന്നിരിക്കുന്നേ ഉള്ളൂ, ഇനി ഈ ഭാഗത്തൊക്കെ ചെയ്യേണ്ടതുണ്ട്. നമുക്കിത് റഫ് ചെയ്തായിരുന്നു. ഇനി നമുക്കിതിനെ ഒന്ന് തുടയ്ക്കണം. നമുക്ക് ഇവിടെ കാണുന്ന സ്ക്രാച്ചസൊക്കെ പോയി.
നമുക്കിതിനി ഒന്ന് തുടച്ചു പിന്നെ നമുക്ക് നിക്കൽ പൗഡർ ഇതിലിടണം. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഗ്ലേസിങ് വരുന്നത്. നമുക്കിനി ഇതിൽ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇളക്കി LH കവർ ഇളക്കി നമുക്ക് ബഫ് ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്കിതിൽ നിക്കൽ പൗഡറും കൂടെ ഇടാം. ശകലം എടുത്താൽ മതി. നല്ലൊരു ക്ലോത്ത് എടുത്ത് ഇങ്ങനെ മുടക്കിയിട്ട് നമുക്കിങ്ങനെ നമുക്ക് ഇത്ര എടുത്ത് വരട്ടുക. നന്നായിട്ട് നമുക്കിങ്ങനെ പുരട്ടി കൊടുക്കാം. അപ്പോൾ ഇത്രയും ഫിനിഷിങ്ങിലൊക്കെ വരും. അത് വലിയ തിരക്കേടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുണ്ടോ, നമ്മൾ ബഫ് ചെയ്തിട്ട് വാഷ് ചെയ്യാൻ കൊടുക്കുമ്പോഴത്തേക്ക് സർവീസിന് കൊടുക്കുമ്പോൾ അവരുടെ പ്രത്യേകം പറയുക ഇതിൽ സാനിറ്റൈസർ അതുപോലുള്ള കെമിക്കലൊന്നും ഇതിൽ പുരട്ടരുത്. അല്ലാതെ തന്നെ നിങ്ങൾക്ക് കെമിക്കലൊന്നും പുരട്ടാതെ തന്നെ സർവീസ് ചെയ്ത് തന്നാൽ മതി എന്ന് നമ്മൾ പ്രത്യേകം പറയണം. അല്ലെങ്കിൽ ഇതാണ് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇത്രയും ഫിനിഷിങ്ങിലായിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന സ്ക്രാച്ചസൊക്കെ പോയായിരുന്നു. അതൊക്കെ നല്ല മിറർ ഫിനിഷിങ് ആയി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ഭായിമാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഭായിമാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഇനിയും പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ എനിക്കത് കൊണ്ടുപോയി. ഓക്കെ, താങ്ക് യു.